నిగమార్థము సుగమము చేసే జగద్గురువు నీవు. విద్యార్థులకే కాదు ఈ విశ్వమునకే ఆచార్యుడవు. గురు బ్రహ్మ నీవే, పరం జ్యోతి నీవే, అజ్ఞాన తిమిరములను హరించే പ്രജ്ഞാസ്വരൂപം നീവേ. ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഗ്ലോറി ഓഫ് സായി എന്നുള്ള പരമ്പരയിൽ ഭഗവാന്റെ അവതാര ഉദ്ദേശം ഭഗവാൻ തന്നെ ഭഗവാന്റെ കാരുണ്യത്താൽ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ പറയുന്നത് 6 കാര്യങ്ങളാണ്. 6 reasons why സ്വാമി ഇൻകാർണേറ്റഡ്. അതിൽ 4ാമത്തത് ഇപ്പം നമുക്ക് ശ്രവണം ചെയ്യാം. ഭഗവാൻ പറയുന്നത് 4ാമത്തെ ഉദ്ദേശം വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും ആഗമം എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ അതിൻ്റെ നിജമായിട്ടുള്ള പൊരുൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നിട്ടുള്ളത്. ഭഗവാൻ പറയാണ്, കാലം ചെല്ലുന്തോറും എന്താ പറ്റിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പല വ്യാഖ്യാനങ്ങൾ വന്നു. ആ വ്യാഖ്യാനങ്ങൾ വഴി ആ നിഗമത്തിലും ആഗമത്തിലും വേദത്തിലും ശാസ്ത്രത്തിലും പുരാണത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ നിജമായിട്ടുള്ള അകംപൊരുൾ അത് മറഞ്ഞു നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം പല വിധത്തിലും വ്യാഖ്യാനിക്കപ്പെട്ടു. ഭഗവാൻ വന്നിട്ടുള്ളത് എന്താണോ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള ഈ ഋഷിമാർ അവർ ശരിക്കും ഉദ്ദേശിച്ചത് എന്താണോ ആ പൊരുൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സാക്ഷാത് വേദപുരുഷനായ ഭഗവാന് മാത്രമേ അത് പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണം, പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതിൻ്റെ സാധാരണ വ്യാഖ്യാനിക്കുക ഇങ്ങനെയാണ്. അപ്പോൾ ഈ ശരീരം തന്നിട്ടുള്ളത് പരോപകാരത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പരോപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വ്യാഖ്യാനിക്കുന്നത് പരൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾ, ഉപകാരം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ശരീരം തന്നിട്ടുള്ളത്. അത് തെറ്റെന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാർക്ക് ഒരു സേവാപ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സത്കർമ്മം ചെയ്യുന്ന സമയത്ത് സത്കർമ്മം ചെയ്യുന്നത് ഞാനാണ്, കൊടുക്കുന്നവൻ ഞാനാണ്, ഉപകാരം ചെയ്യുന്നവൻ ഞാനാണ്, അത് സ്വീകരിക്കുന്ന ആൾ വേറെയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കൊടുക്കുന്നവരും ഉപകാരം ചെയ്യുന്നവരും ഒരു ഉയർന്ന തലത്തിലും ഈ ഉപകാരം സ്വീകരിക്കുന്ന ആൾ ഒരു താഴത്തെ തലത്തിലാവുന്നില്ലേ? അപ്പോൾ അറിയാണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് കൊടുക്കുന്നവൻ എന്നുള്ളൊരു അഹന്ത നമ്മളറിയാണ്ട് നമ്മുടെ മനസ്സിൽ കടന്നു വരും. പരോപകാരത്തിൻ്റെ അർത്ഥം നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ. പക്ഷെ ഭഗവാൻ പരോപകാരം എന്നുള്ള വാക്ക് വ്യാഖ്യാനിക്കുന്നത് വ്യത്യാസമായിട്ടാണ്. അതിൻ്റെ നിജപ്പൊരുൾ ഭഗവാൻ കാണിച്ചു തരികയാണ്. ഭഗവാൻ പറയാണ് പര ഉപകര, പരാ പ്ലസ് ഉപ പ്ലസ് കര, അതാണ് പരോപകാരം. പര എന്ന് പറഞ്ഞാൽ പരമാത്മാവ് ഈശ്വരൻ, ഉപ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക്, കര എന്ന് പറഞ്ഞാൽ ഏതാണോ ദാറ്റ് വിച്ച് കോസസ്, but that which takes you closer to God. ഏത് പ്രവൃത്തിയാണോ, ഏത് കർമ്മമാണോ, ഏത് ചിന്തയാണോ, ഏത് വാക്കാണോ ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോവുക, അതാണ് പരോപകാരം. അപ്പോൾ അങ്ങനെ ഒരു സത്പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആ സത്പ്രവൃത്തി ചെയ്യാൻ ഒരു അവസരം നമുക്ക് നൽകുന്നത് ഈ സത്പ്രവൃത്തികൾ ഈ നമ്മളൊരു സേവന പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ആരാണോ സേവന പ്രവർത്തന സ്വീകരിക്കുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ് സ്വീകരിക്കുന്നത്, അവരാണ് നമുക്കൊരു അവസരം തരുന്നത്. ഭഗവാന്റെ അടുത്തേക്ക് അടുക്കാൻ ഒരു അവസരമാണ് നമുക്ക് സേവാപ്രവർത്തനം. അപ്പോൾ ശരിക്കും ആരാണ് ആർക്കാണ് കൃതജ്ഞത കാണിക്കേണ്ടത്? ഈ ആരാണോ സേവനം നമ്മുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നത് അവരോട് നമ്മൾ കൃതജ്ഞത കാണിക്കണം. കാരണം ആ ഒരു സേവാപ്രവർത്തനം മൂലമാണ് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നത്. പരാ പ്ലസ് ഉപ പ്ലസ് കര.
അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ സേവാപ്രവർത്തനം ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു അഹന്ത നമ്മുടെ മനസ്സിൽ വരില്ല. ഈ സേവ സ്വീകരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് നമ്മൾ അന്നദാനം എന്നല്ല നമ്മൾ പറയുന്നത് നാരായണ സേവ എന്നല്ലേ. കാരണം ആ ഭക്ഷണം സ്വീകരിക്കുന്നതും ആരാണ്? അത് ഭഗവാൻ തന്നെയാണ്, വേറെ രൂപത്തിലാണ്. അപ്പോൾ ഇങ്ങനെ നിഗമ ആഗമങ്ങളുടെ, വേദത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും പുരാണത്തിൻ്റെയും നിജപ്പൊരുൾ ഭഗവാൻ പറഞ്ഞു തരാൻ വേണ്ടി നമുക്ക് വന്നിരിക്കുകയാണ്. ആരോ പറയുണ്ടായി, ഭഗവാന്റെ ഒരു സന്നിധിയിൽ വെച്ച് പറയുണ്ടായി, സ്വാമി സ്പീക്സ് ഓൺലി വേദാന്ത, സ്വാമി വേദാന്തം മാത്രമേ പറയാറുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഉടനെ തിരുത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, സ്വാമി സ്പീക്സ് ഓൺലി വേദാന്ത എന്നല്ല, വാട്ട് എവർ സ്വാമി സ്പീക്സ് ഇസ് വേദാന്ത. സ്വാമി വേദാന്തം മാത്രമേ പറയുള്ളൂ എന്നല്ല, ഭഗവാൻ എന്താണോ പറയുന്നത് അതാണ് വേദാന്തം. അപ്പോൾ ആ വേദപുരുഷനായ ഭഗവാൻ തന്നെ നമ്മുടെ സവിധത്തിൽ ഭഗവാൻ എത്തി. അപാര കാരുണ്യത്താൽ ആ ഭഗവാന്റെ പാതാരബിന്ദത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റി, ഭഗവാനെക്കുറിച്ച് അറിയാൻ പറ്റി, കേൾക്കാൻ പറ്റി. അത് സദാ നമ്മുടെ മനസ്സിൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഭഗവാന്റെ പാതാരബിന്ദത്തിൽ സമർപ്പിക്കുകയാണ്. ജയ് സായിരാം.